നയനയാണ് ലിവർ തന്നത് എന്ന് ദേവയാനി അറിയാണ്. ഡോക്ടർ തന്നെ ദേവയാനിയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാണ്. ദേവയാനി ആവശ്യപ്പെടുന്നുണ്ട് ഡോക്ടറോട്, ആരാണ് എന്റെ ജീവൻ രക്ഷിച്ചത്? ദേവയാനിയോട് ഡോക്ടർ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. തന്റെ ജീവൻ രക്ഷിച്ചത് തന്റെ മരുമകള് തന്നെയാ, അവളാ നിനക്ക് ലിവർ തന്നേന്ന്. ഇത് കേട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, അനാമിക മോളാണോ എനിക്ക് ലിവർ തന്നേന്ന്? തന്റെ മരുമകള് നയനയല്ലേ, നയനയാ തനിക്ക് ലിവർ തന്നത്. ഇത് കേട്ട് വിശ്വസിക്കാനാവാതെ ദേവയാനി വീണ്ടും ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, നയനയോ? നയന തന്നെ. തനിക്ക് ബ്ലഡ് തന്നതും നയന തന്നെയാ. ആ കുട്ടി വളരെ വീക്കായിരുന്നു, എന്നിട്ടുകൂടെ തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ കുട്ടി ഒരു റിസ്ക്കാണ് എടുത്തത്. ഇപ്പോ തന്റെ ജീവൻ ഞങ്ങൾക്ക് രക്ഷിക്കാൻ സാധിച്ചു. നയന ഇനി ജീവിതത്തിലോട്ട് വരുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പു തരാൻ സാധിക്കില്ല. ഇത് കേട്ട് ദേവയാനിക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട്. തന്റെ അടുത്ത് ജാനകിയും ജലജയും അനാമികയും ഒക്കെ വന്ന് പറഞ്ഞത് പച്ചക്കള്ളങ്ങളാണെന്ന് ദേവയാനിക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ദേവയാനി ആവശ്യപ്പെടുന്നുണ്ട്, എനിക്കൊരു തവണയെങ്കിലും നയനയെ ഒന്ന് കാണണം. അതിനിപ്പോ പറ്റില്ല, ആൾക്കിതുവരെ ബോധം പോലും വന്നിട്ടില്ല എന്നൊക്കെ ഡോക്ടർ പറയാണ്. ഇതൊക്കെ കേട്ട് കുറ്റബോധം കൊണ്ട് ദേവയാനി കരയാണ്. പിന്നീട് കാണിക്കുന്നത് ആദർശ് നയനയുടെ അവസ്ഥ അറിയാനായിട്ട് ഡോക്ടറോട് സംസാരിക്കുകയാണ്. ഡോക്ടർ പറയുന്നുണ്ട്, ഒരു ഉറപ്പും ഞങ്ങൾക്ക് തരാൻ സാധിക്കില്ല, കാരണം ഹൈ റിസ്കിലാണ് ഞങ്ങൾ ഈ ഓപ്പറേഷൻ നടത്തിയത്. പലതവണ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് ഈ ഓപ്പറേഷന്റെ കാര്യത്തിൽ നിന്ന് പിന്മാറണമെന്ന്. പക്ഷേ നയനയുടെ ഒറ്റ വാശി കാരണാ ഇത് നടത്തിയത്. ഇപ്പോ നയനയുടെ അവസ്ഥ എന്താവുമെന്ന് പറയാൻ പറ്റില്ല എന്ന് ഡോക്ടർ തറപ്പിച്ചു പറയുമ്പോൾ ആദർശിന് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അങ്ങനെ ആദർശ് ജയന്റെ അടുത്ത് പറയുന്നുണ്ട്, ഡോക്ടർ ഇതുപോലെയൊക്കെയാ പറഞ്ഞത്. അച്ഛാ, എനിക്കെന്റെ നയനയെ നഷ്ടപ്പെടോ അച്ഛ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശ് ജയനെ കെട്ടിപ്പിടിച്ച് കരയാണ്. നയനയ്ക്കാണെങ്കിൽ ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. പരിശോധിക്കുന്ന സമയത്ത് നയനയുടെ പൾസ് കുറഞ്ഞു വരുമായിരിക്കും. ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. അങ്ങനെ നയന എല്ലാവരെയും വിട്ടു പോവാണ്. നയനയുടെ പൾസ് മുഴുവനായിട്ടും നിലയ്ക്കുകയാണ്. ഇക്കാര്യം ആദർശിനോടും ജയനോടും അതുപോലെ നയനയുടെ അമ്മയോടും അനിയത്തിയോടൊക്കെ എങ്ങനെ പറയുക എന്നായിരിക്കും ഡോക്ടർക്ക്. അവസാനം ഡോക്ടർ രണ്ടും കൽപ്പിച്ച് ആദർശിന്റെ അടുത്ത് പറയുന്നുണ്ട്. ആദർശ് ഇത് കേട്ട് സഹിക്കാനാവാതെ പൊട്ടിക്കരയാണ്. ആദർശിന് അപ്പം തന്നെ നയനയെ കാണണമെന്ന് വാശി പിടിക്കുകയാണ്. അങ്ങനെ ഉള്ളിലോട്ട് കയറുന്നു. എല്ലാവരും നയനയെ കാണാൻ ഉള്ളിൽ വരുന്നുണ്ട്. നയനയെ ചേർത്ത് പിടിച്ച് ആദർശ് കരയാണ്. നയനെ, നീ എന്നെ വിട്ടു പോയല്ലോ, പലതവണ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ ഇത് വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന്. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ നിന്റെ ജീവൻ കൊടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞ് ആദർശ് പൊട്ടിക്കരയാണ്. നയനെ എന്നും വിളിച്ച് അമ്മയും നയനയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, എന്റെ നയന മരിച്ചിട്ടില്ല, എനിക്ക് ഉറപ്പാ. നയനെ എഴുന്നേക്കെന്ന് പറഞ്ഞ് നയനയെ പിടിച്ചു കുലുക്കാണ്. ഒരുപാട് തവണ ആദർശ് നയനയെ എടുത്തു പോക്കി ഞാൻ വേറെ എങ്ങോട്ടേലും കൊണ്ടുപോക്കോളാം എന്നൊക്കെ പറയാണ് ഡോക്ടർമാരെടുത്ത്. ഇതൊക്കെ കണ്ടു നിൽക്കാനാവാതെ ഡോക്ടർ മിണ്ടാതെ നിൽക്കുകയാണ്. അങ്ങനെ ആദർശ് കരഞ്ഞോണ്ടേ ഇരിക്കുകയായിരിക്കും. ആദർശ് കരയുന്ന സമയത്ത് കണ്ണുനീര് നയനയുടെ മുഖത്തോട്ട് വന്ന് വീഴാണ്. ആ സമയത്ത് പെട്ടെന്ന് നയനയ്ക്ക് ശ്വാസം വരുന്നുണ്ട്. ഇത് കണ്ട് ഡോക്ടർമാര് വരെ ഞെട്ടാണ്. അങ്ങനെ ഡോക്ടേഴ്സ് പെട്ടെന്ന് തന്നെ നയനയെ വീണ്ടും ഡോക്ടർ പരിശോധിക്കുകയാണ്. അങ്ങനെ ആദർശിന് ഒരുപാട് സന്തോഷാവുകയാണ്. കാരണം മരിച്ചു എന്ന് കരുതിയ ആള് വീണ്ടും ജീവിതത്തിലോട്ട് തിരിച്ചു വരികയല്ലേ. ഇതറിയുമ്പോൾ എല്ലാവർക്കും സന്തോഷം തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഡോക്ടർ വീണ്ടും പരിശോധിക്കുകയാണ്. പരിശോധിക്കുന്ന സമയത്ത് നയനയ്ക്ക് വീണ്ടും പൾസൊക്കെ നോർമൽ ആയിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും. ഇത് കണ്ടൊരു അത്ഭുതത്തോടു കൂടിയാണ് ഡോക്ടർ ഇതൊക്കെ കാണുന്നത്. ആദർശിനോടും ജയനോടും അമ്മയോടും ഒക്കെ ഒന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടി പറയാണ് ഡോക്ടർ. അങ്ങനെ എല്ലാവരും പുറത്തോട്ട് പോവാണ്. ആദർശ്, നയനയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നീ വിഷമിക്കല്ലേ. അങ്ങനെ ഡോക്ടർ നഴ്സിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഇതിപ്പോ എന്താ സംഭവിച്ചേ, മിറാക്കിൾ തന്നെയാ എന്നൊക്കെ ഡോക്ടർ പറയാണ്. അങ്ങനെ സാധാ നോർമൽ പൾസ് ലെവലും ഒരുപാട് മാറ്റങ്ങളും നയനയിൽ കാണാണ്. അങ്ങനെ ഡോക്ടർ പുറത്തു പോയിട്ട് ആദർശിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഇപ്പോ നയന ഓക്കെ ആയിട്ട് വരുന്നുണ്ട്, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. മിറാക്കിൾ നടന്നു എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെയാ, പെട്ടെന്ന് ദൈവം വന്നു തന്നെയാ നയനയെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ ഒരു കുട്ടിക്ക് അത്ര പെട്ടെന്നൊന്നും നിങ്ങളെ വിട്ട് പോവാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെയെന്നും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോവാണ്. എന്നാ ആദർശിന്റെ അടുത്ത് ജയൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ല ആദർശേ, നയന ജീവിതത്തിലോട്ട് തിരിച്ചു വരും, കാരണം അവള് ചെയ്ത നന്മ
അത് ഒന്ന് മതി അവളെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ. നീ വിഷമിക്കാതിരിക്കുക, ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് ജയൻ വീണ്ടും ആദർശിന്റെ അടുത്ത് പറയാണ്. ഇതൊക്കെ കേട്ട് ആദർശിനും സമാധാനാവുന്നുണ്ട്. പിന്നീടായിട്ട് നേഴ്സിന്റെ അടുത്ത് ദേവയാനി ചോദിക്കുന്നുണ്ട്, നയനയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? നയനയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നയന എല്ലാവരും വിട്ടുപോയി. ഇത് കേട്ട് ആകെ ഒരു ഞെട്ടലായിരിക്കും ദേവയാനിക്ക്. എന്താ പറയുന്നേ? എന്താ നയനയ്ക്ക് എന്താ സംഭവിച്ചേ? അത് അങ്ങനെയാ എല്ലാവരും കരുതിയത്. എന്നാ എന്തോ ഒരു അത്ഭുതം പോലെ നയനയ്ക്ക് വീണ്ടും ജീവിതം തിരിച്ചു കിട്ടി. പെട്ടെന്ന് പൾസ് മുഴുവനായിട്ടും കുറഞ്ഞതായിരുന്നു. അങ്ങനെ വീണ്ടും പൾസൊക്കെ നോർമലായി ആള് ഇപ്പോൾ ഓക്കെ ആയി വരികയാണെന്ന് ദേവയാനിയുടെ അടുത്ത് നേഴ്സ് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് സമാധാനമാവുന്നുണ്ട്. സിസ്റ്ററെ, എനിക്ക് ജയേട്ടനൊന്ന് കാണണം, ഒന്ന് വിളിക്കോ എന്ന് ദേവയാനി പറയണ. അങ്ങനെ ജയൻ വരുന്നുണ്ട്. ജയൻ വരുന്ന സമയത്ത് ദേവയാനി പൊട്ടിക്കരയുന്നുണ്ട്. ജയേട്ടാ, എന്താ നയനയ്ക്ക് എന്താ പറ്റിയേ? നേഴ്സ് എന്തൊക്കെയോ പറയുന്നു. അത് നയനയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. നിനക്ക് എനിക്കറിയാം, എല്ലാം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു. എൻ്റെ ജീവൻ രക്ഷിച്ചത് നയനയാണ് അല്ലേ? എനിക്ക് ലിവർ തന്നത് നയനയാണെന്നല്ലേ ജേട്ടൻ പറയാൻ വരുന്നേ? ജേട്ടൻ പറഞ്ഞ പോലെ അവള് നമ്മുടെ മരുമകളല്ല, മകളാ. എനിക്കാ ഒന്നും മനസ്സിലാവാതിരുന്നത്. അവളെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷേ അവൾ എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ വരെ കൊടുക്കുമെന്ന് ഞാൻ കരുതിയില്ല ജയേട്ടാ. എന്തായാലും എനിക്കെല്ലാം മനസ്സിലായി. ഇനി ഞാൻ എൻ്റെ മോളെ പോലെ തന്നെയാ അവളെ കാണുക. എന്താ ദേവയാനി നീ പറയുന്നേ? നിന്റെ വായിൽ നിന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചതാ ഇതൊക്കെ. നീ എന്തായാലും അവളെ മനസ്സിലാക്കിയല്ലോ. അവളെ നമുക്ക് കിട്ടിയ പുണ്യ. നമ്മൾ ആദർശ് മോന് ഇങ്ങനൊരു ഭാര്യയെ കിട്ടിയത് എത്ര ഭാഗ്യമാണെന്നറിയോ? അത് ജേട്ടൻ പറഞ്ഞത് തന്നെ ശരി. ജേട്ടൻ പറയുമ്പോഴും ഒന്നും ഞാൻ അത് കാര്യമായിട്ട് എടുത്തിരുന്നില്ല. നയനയുടെ മഹത്വം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇനി അവൾ എൻ്റെ മരുമകളായിട്ടല്ല, എൻ്റെ മകളായിട്ടാണ് ഞാൻ കാണാൻ പോകുന്നത്. അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഡോക്ടർ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്. ആദർശ് എന്താ പറയുന്നത്? ആദർശ് ആകെ തകർന്നു നിൽക്കുക. എന്തായാലും നിന്റെ ഈ മാറ്റം ആദർശിൻ്റെ അടുത്ത് പറഞ്ഞാൽ ആദർശിന് ഒരുപാട് സമാധാനമാവും. ഞാനെന്തായാലും അവനോട് നിന്നെ വന്ന് കാണാൻ വേണ്ടി പറയാ എന്ന് ജയൻ ദേവിയനോട് പറയണം. ഞാൻ ഇക്കാര്യം എന്തായാലും ആദർശിൻ്റെ അടുത്ത് പോയി പറയട്ടെ. അമ്മയ്ക്ക് മാറ്റങ്ങളുണ്ടെന്ന് അവൻ അറിയുമ്പോൾ അവൻ ഒരുപാട് സന്തോഷിക്കും. അങ്ങനെ ജയൻ പുറത്തോട്ട് പോവാണ്. ആദർശിൻ്റെ അടുത്ത് ഇക്കാര്യം പറയുന്നുണ്ട്.